അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന മിനി സ്വിറ്റ്സർലാൻഡ് കാണാനാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ മിനി സ്വിറ്റ്സർലാൻഡ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വഴി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ കാണിച്ചു തരുന്ന വഴിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിനെ ഓർമ്മിക്കുന്നതും ഭംഗിയുള്ളത് തന്നെയാണ് ഇവിടുത്തെ കാടുകളുണ്ട്. റോഡ് ഇപ്പൊ നല്ലതാണ്, പക്ഷേ ഒരു മഴ കൂടി 2-3 മഴ കൂടി കണ്ടുകഴിയുമ്പോൾ റോഡ് വീണ്ടും കട്ടയാൻ സാധ്യതയുണ്ട്. അതെ, റോഡ് ഇപ്പൊ നല്ലതാണ്, അത്രയ്ക്ക് നല്ലതെന്ന് പറയാൻ. പക്ഷെ ഇപ്പൊ വീണ്ടും ടാറിംഗ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതെ, നമ്മുടെ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ട് ഇപ്പൊ നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും മിക്കവാറും റോഡൊക്കെ വീണ്ടും കട്ടയാൻ കൂടുതലാണ്. വരേണ്ടവർ എത്രയും പെട്ടെന്ന് വരിക. അവിടെ എന്താണെന്ന് ഉള്ളത് ഞങ്ങൾ പോയി നോക്കിയാൽ അറിയുള്ളൂ. എല്ലാ വീഡിയോയിലും കാണുന്നത് സ്വിറ്റ്സർലാൻഡിനെ പറ്റി, ഒന്ന് പോയി നോക്കിക്കളെ. വളരെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ നട്ടേക്കാട് പക്ഷിസംഖ്യകളെ കണ്ടു. അത് കഴിഞ്ഞ് വന്നപ്പോൾ റോഡ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല റബ്ബറൈസ്, നല്ല വീതിയുള്ള റോഡാണ്. മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്ന വഴി എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സഞ്ചാരികൾ വന്ന കുറേ കാറുകളും ബൈക്കുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തൊക്കെ കാണാം. വണ്ടിയുടെ ഒതുക്കി ഞങ്ങൾ ഈ വഴി നേരെ പോയി റൈറ്റിലേക്ക് ഇറങ്ങാം. ഈ പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പുഴ കാണുന്നുണ്ട്. അവിടെ വരെ ഒന്ന് പോയി നോക്കാം. കുറച്ചുള്ളൂ, വെള്ളമുണ്ട്. ഷൂ ഒന്നും ഇട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ഷൂ ഇട്ടേക്കും. എന്താ ഇത്, മറ്റേ പാൻറ് പിടിക്കുന്ന പുല്ലല്ലേ? എന്ത് പറയുന്നത്? ചാളംപുല്ല്, എന്തായാലും പുഴ കാണാൻ നല്ല ഭംഗിയാന്ന്. ഓ, പുഴ കഴിഞ്ഞ് ഇനി ഉണ്ടല്ലോ സ്വിറ്റ്സർലാൻഡ്. അവിടെ ശരിക്കും അപ്പുറത്താണ് സ്വിറ്റ്സർലാൻഡ്, നമ്മൾ കണ്ടൊന്നല്ലേ? ഓ, അപ്പോൾ ശരിക്കും അപ്പുറത്താണ് സ്വിറ്റ്സർലാൻഡ് വരുന്നത്. സ്വിറ്റ്സർലാൻഡ് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് പോവാം. വണ്ടിയിൽ ഊരിയിട്ടുണ്ട് നടന്നവരാണ്. വാവ്, ഇത് കൊള്ളാട്ടോ അല്ലേ? ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ആ പുഴയാണ് ഹൈലൈറ്റ്. പുഴ, മല, പിന്നെ പച്ചപ്പുല്ല്. അവിടെ വന്ന് ഇറങ്ങി നിന്നിട്ട് തിരിച്ചു പോയാൽ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കട ഉണ്ടല്ലോ. അതെ, കട
ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് ഇപ്പോൾ സഞ്ചാരികൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇടുന്നുണ്ട്. അപ്പം ഇനി ഇവിടെ വരുന്നവർ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും.